ആയുർവേദ ചികിത്സകയായ ഡോക്ടർ രഞ്ജിനി എം സംസാരിക്കുന്നു. ആരോഗ്യ സംരക്ഷണത്തിന് ആയുർവേദം നൽകുന്ന 2 പ്രധാന ചര്യകളാണ് ദിനചര്യയും രാത്രിചര്യയും. ഇതിൽ സൂര്യാസ്തമയം മുതൽ അടുത്ത ദിവസം രാവിലെ വരെയുള്ള നമ്മുടെ ജീവിത രീതിയെ കുറിച്ചാണ് രാത്രിചര്യ വിശദീകരിക്കുന്നത്. പകലത്തെ അധ്വാനത്തിന് ശേഷം ശരീരത്തിനും മനസ്സിനും പൂർണ്ണമായ വിശ്രമം നൽകി അടുത്ത ദിവസത്തേക്ക് നമ്മെ ഊർജ്ജസ്വലരാക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ആയുർവേദത്തിൽ ആരോഗ്യത്തെ താങ്ങി നിർത്തുന്ന 3 പ്രധാന ഘടകങ്ങളെ ഉപസ്തംഭങ്ങൾ എന്ന് വിളിക്കുന്നു. ഒരു കെട്ടിടം ശക്തമായി നിൽക്കാൻ തൂണുകൾ എത്രത്തോളം ആവശ്യമാണോ അതുപോലെ നമ്മുടെ ജീവനെ നിലനിർത്തുന്ന 3 ഉപസ്തംഭങ്ങളാണ് ആഹാരം, നിദ്ര, ബ്രഹ്മചര്യം എന്നിവ. ഇതിൽ നിദ്രയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വാഗ്ഭടാചാര്യൻ അഷ്ടാംഗ ഹൃദയത്തിൽ പറയുന്നുണ്ട്. അതായത് നമ്മുടെ ജീവിതത്തിലെ സുഖവും ദുഃഖവും ശരീരപുഷ്ടിയും ആരോഗ്യവും ബലഹീനതയും ഒടുവിൽ നമ്മുടെ ആയുസ് പോലും നിശ്ചയിക്കുന്നത് നമ്മൾ എടുക്കുന്ന ശരിയായ ഉറക്കമാണ്. നല്ലൊരു രാത്രിചര്യക്കായി നമ്മൾ ജീവിതത്തിൽ വരുത്തേണ്ടതായ പ്രായോഗികമായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. രാത്രി ഭക്ഷണവും ശതപഥവും. രാത്രിയിൽ നമ്മുടെ ദഹനശക്തി കുറവായിരിക്കും. അതിനാൽ സൂര്യാസ്തമയത്തിന് ശേഷം 1-2 മണിക്കൂറിനുള്ളിൽ, അതായത് 7-നും 8-നും ഇടയിൽ ലഘുവായ അത്താഴം കഴിക്കണം. ഭക്ഷണം കഴിഞ്ഞയുടൻ കിടന്നുറങ്ങുന്നത് ശരീരത്തിൽ കഫം കൂടാനും അമിതവണ്ണത്തിനും കാരണമാകും. അതുകൊണ്ട് അത്താഴത്തിന് ശേഷം കുറച്ചു സമയം നേരെ ഇരിക്കുകയും അതിനുശേഷം ശതപഥം, അതായത് കുറഞ്ഞത് 100 ചുവടുകളെങ്കിലും സാവധാനം നടക്കുകയും വേണം. ഇത് ദഹനം സുഗമമാക്കും. പാദാഭ്യംഗം അഥവാ ഉള്ളങ്കാൽ തിരുമ്മൽ. ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് കൈയും കാലും മുഖവും തണുത്ത വെള്ളത്തിൽ വൃത്തിയായി കഴുകണം. അതിനുശേഷം ചെറു ചൂടുള്ള എണ്ണ, നല്ലെണ്ണയോ ആയുർവേദ തൈലങ്ങളോ ഉള്ളങ്കാലിൽ പുരട്ടി അല്പസമയം മസാജ് ചെയ്യുന്നത് ശരീരത്തിന് തണുപ്പും ആഴത്തിലുള്ള നല്ല ഉറക്കവും സമ്മാനിക്കും. കണ്ണിന്റെ ആരോഗ്യത്തിനും ഇത് വളരെ ഉത്തമമാണ്. ശ്വസനക്രിയകൾ. കിടക്കുന്നതിന് തൊട്ടു മുൻപ് മനസ്സിനെ ശാന്തമാക്കാൻ ലളിതമായ ശ്വസന വ്യായാമങ്ങൾ പരിശീലിക്കാം. ഭ്രാമരി പ്രാണായാമം. വണ്ടുകളുടെ നാദം പോലെ ശബ്ദം പുറപ്പെടുവിച്ച് ചെയ്യുന്ന ഈ ശ്വസനക്രിയ തലച്ചോറിലെ കോശങ്ങളെ ശാന്തമാക്കുകയും മാനസിക സമ്മർദ്ദം കുറക്കുകയും ചെയ്യുന്നു. അനുലോമ വിലോമ പ്രാണായാമം. മാറി മാറി മൂക്കിലൂടെ ശ്വാസം എടുക്കുന്ന ഈ രീതി ശരീരത്തിലെ നാഡീവ്യൂഹങ്ങളെ ഉണർത്തുകയും സുഖകരമായ ഉറക്കത്തിന് സഹായിക്കുകയും ചെയ്യും. ഇന്നത്തെ കാലത്ത് നല്ല ഉറക്കത്തിന് ഏറ്റവും തടസ്സം നിൽക്കുന്നത് മൊബൈൽ ഫോണുകളാണ്. കിടക്കുന്നതിന് കുറഞ്ഞത് അരമണിക്കൂർ മുൻപെങ്കിലും മൊബൈൽ ഫോൺ, TV തുടങ്ങിയ ഗാഡ്ജറ്റുകൾ പൂർണ്ണമായും ഒഴിവാക്കണം. ഇത് പ്രായോഗികമായി നടപ്പാക്കിയാൽ തന്നെ ഉറക്കമില്ലായ്മ പോലെയുള്ള വലിയൊരു പരിധി പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. രാത്രി 10 മണിക്ക് മുൻപായി ഉറങ്ങാൻ കിടക്കുന്നതാണ് ഏറ്റവും ഉചിതം. കിടക്കുമ്പോൾ ഇടതുവശം ചരിഞ്ഞു കിടന്നുറങ്ങുന്നത് ദഹനം നന്നായി നടക്കാൻ സഹായിക്കും. ഇന്നത്തെ കാലത്തെ ഭൂരിഭാഗം ജീവിതശൈലി രോഗങ്ങൾക്കും കാരണം നമ്മുടെ തെറ്റായ രാത്രിചര്യയാണ്. പ്രകൃതിയുടെ താളത്തിനൊപ്പം ശരിയായ രാത്രിചര്യയും ശ്വസനക്രിയകളും ശീലമാക്കിയാൽ രോഗങ്ങളില്ലാത്ത ദീർഘായുസ് നമുക്ക് സ്വന്തമാക്കാം. എല്ലാവർക്കും ആരോഗ്യപൂർണമായ ഒരു ജീവിതം ആശംസിക്കുന്നു. രാത്രിചര്യ ആയുർവേദ ചികിത്സകയായ ഡോക്ടർ രഞ്ജിനി എം സംസാരിച്ചതാണ് കേട്ടത്. ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു.